ഹായ് എല്ലാവർക്കും ഇൻഫോ മലയാളം ടെക് ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നിങ്ങളൊരു ഫോൾഡർ കാണുന്നുണ്ടാവും, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട്. ഈ ഫോൾഡറിൽ എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഫേസ്ബുക്ക് എന്നെക്കുറിച്ച് ശേഖരിച്ചു വെച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഫോൾഡറാണ്. ഇതുപോലെ ഫേസ്ബുക്ക് നിങ്ങളെക്കുറിച്ച് ഇതുവരെ ശേഖരിച്ചു വെച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളുടെയും ഒരു കോപ്പി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയ്ക്ക് കടക്കാം. ഓക്കെ, ഇതിനായിട്ട് നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യും. എന്നിട്ട് അതിൻ്റെ അഡ്രസ് ബാറിലായിട്ട് നിങ്ങൾ www.facebook.com എന്ന് ടൈപ്പ് ചെയ്ത് ആ സൈറ്റ് ഓപ്പൺ ചെയ്യുക. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നത് മൊബൈൽ വെബ്സൈറ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഡെസ്ക്ടോപ്പ് വെർഷനാണ്. അതിനായി ഗൂഗിൾ ക്രോമിൻ്റെ വലതുഭാഗത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് താഴെയായിട്ട് റിക്വസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നാണ്, അതിന് വലതുഭാഗത്ത് കാണുന്ന കോളത്തിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വെബ്സൈറ്റ് നമ്മുടെ ഡെസ്ക്ടോപ്പ് വേർഷനിലേക്ക് മാറുന്നതാണ്. ഇനി ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നൽകി ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യുക. ഇതിനായി വലതുഭാഗത്ത് മുകളിലായി കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന മെനുവിൽ നിന്നും നിങ്ങൾ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. ഇനി വരുന്ന വിൻഡോയിൽ താഴെയായിട്ട് ഡൗൺലോഡ് കോപ്പി ഓഫ് യുവർ ഫേസ്ബുക്ക് ഡാറ്റ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞ് ഓപ്പൺ ആയി വരുന്നത് ഫേസ്ബുക്ക് ശേഖരിച്ചു വെച്ചിട്ടുള്ള എന്തെല്ലാം വിവരങ്ങളുടെ കോപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു പേജ് കാണാം. ഇതിൽ ഏതെല്ലാം വിവരങ്ങളാണ് ആവശ്യമുള്ളത് അതിന് വലതുഭാഗത്തായി ചെക്ക് ബോക്സിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷം വലതുഭാഗത്ത് മുകളിലായി കാണുന്ന ക്രിയേറ്റ് ഫയൽ എന്നൊരു ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങളുടെ ഫയൽ അവിടെ പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇത് പ്രോസസ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെയിൽ ലഭിക്കും. ഇതുപോലൊരു മെയിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇതിൽ ഡൗൺലോഡ് യുവർ ഇൻഫർമേഷൻ എന്ന് കാണുന്ന ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജ് നിങ്ങൾ അവൈലബിൾ ഫയൽ എന്നതിന് താഴെ നിങ്ങളുടെ ഫയൽ സൈസും വലതുഭാഗത്തായി ഡൗൺലോഡ് എന്നൊരു കാണാം, അതിൽ നിങ്ങൾ ഡൗൺലോഡ് എന്നത് ക്ലിക്ക് ചെയ്ത് ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ഫോൾഡർ ഒരു സിപ്പ് ഫയൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്ത് അൺസിപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കൊരു പുതിയ ഫോൾഡർ അവിടെ ക്രിയേറ്റ് ആവുന്നതാണ്. ഈ ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഫേസ്ബുക്ക് ശേഖരിച്ച് വെച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിലൂടെയും പങ്കുവയ്ക്കാതിരിക്കുക. കാരണം അതെല്ലാം അവരുടെ ഡാറ്റാബേസിൽ അവർ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമോ സംശയമോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ വിപിൻ കൃഷ്ണ സൈനിങ് ഓഫ്.